ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് NCT എക്സാം എഴുതാനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഞാൻ നല്ല സീനിയറൊക്കെ കാണുമ്പോൾ പുറത്തേക്ക് വീഡിയോ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് വ്ളോഗ് നടത്തൂടെ എന്നൊക്കെ പറയുന്നത്. സോ അതിൻ്റെ ബേസിസിലാണ് ഗൈസ് ഞാൻ ഇന്ന് ആദ്യമായി വ്ളോഗ് എടുക്കാൻ പോകുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് NCET എന്നുള്ള ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ്. ഈ ഒരു എക്സാം കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അധികം പേർക്കൊന്നും ഈ എക്സാമിനെ പറ്റി അറിയില്ല. ഈ എക്സാം എൻ്റെ രണ്ടാമത്തെ NCT എക്സാമാണ്. കഴിഞ്ഞ NCT എക്സാം ജൂൺ 12 ഉണ്ടായിരുന്നത്. സെർവർ ഡൗൺ ആയതുകൊണ്ട് നമ്മൾ എക്സാം എഴുതാതെ തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്പോൺഡ് ഡേറ്റിൽ നടക്കുന്ന എക്സാമാണ് ഇന്ന്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് പോകുന്നത്. എക്സാമിന്റെ കറക്റ്റ് സെന്റർ മേരിഗിരി ഈ പാർക്ക് ശ്രീകണ്ഠാപുരം കണ്ണൂരാണ്. നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് നല്ല നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റി. ಕಿಲೋಮೀಟರ್ ಸ್ಟ್ರೈಟ್ ಹೋಗ್ಬೇಕಂತೆ. இந்த ರೋಡ್ನಲ್ಲಿ 7 ಕಿಲೋಮೀಟರ್ ಸ್ಟ್ರೈಟ್ ಹೋಗ್ಬೇಕಂತೆ. ಅಲ್ಲಿ ಇಲ್ಲಿ ಮತ್ತೆ ಎಲ್ಲಿ ಹೋಗಬೇಡ, ಸ್ಟ್ರೈಟ್ ಹೋಗ್ಬೇಕು ಅಷ್ಟೇ. ഏത് ഭാഷയാണെന്ന് അറിഞ്ഞെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇപ്പം നമ്മൾ ഓൾറെഡി 37.7 കിലോമീറ്റർ കവർ ചെയ്തു. ഇനിയും നമുക്ക് കുറേ ദൂരം പോവാനുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ചത് ഗൂഗിൾ മാപ്പ് പണി പറ്റിച്ചു എന്നാണ്. അങ്ങനെ നമ്മൾ കാടും മലയും താണ്ടി എക്സാം എഴുതാൻ പോന്നു. പോകെ പോകെ ഒരു വണ്ടി പോയി, ഒരു മനുഷ്യൻ പോലും ആ റോഡിലെ കൂടി പോകുന്നില്ല. എങ്ങനെയാലും വന്നതല്ലേ, എവിടം വരെ എത്തും നോക്കാന്ന് കരുതി നമ്മൾ ആ റോഡിൽ തന്നെ തുടരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ കഷ്ടം, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനമായി, ആളുകൾ പോകുന്ന വഴിയാണെന്ന് മനസ്സിലായി. നമ്മളിനി വനത്തിലേക്കാണ് പോകുന്നത്. ബോർഡൊക്കെ ഉണ്ട്, എന്താവോ എന്തോ. അങ്ങനെ പോയി 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 ചെറിയൊരു അരുവി കണ്ടു. അതിനിടയിൽ ഒരു വണ്ടിയും വന്നു. നമ്മൾ എങ്ങനെയൊക്കെ സൈഡാക്കി പാസ്സാക്കി പോയി. നമ്മളിങ്ങനെ കുണ്ടും കുഴിയൊക്കെ കടന്ന് നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഗൈസ്. താഴോട്ട് പോകണം. അങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഈ വെള്ളം റോഡിലൂടെ ഒഴുകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് ടാറ്റൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു. ബാക്കിൽ വണ്ടി വീഴുന്നത് കൊണ്ടാണ് നമ്മൾ വേഗം അവിടെ നിന്ന് വന്നത്. നല്ല വഴിയിലൂടെ ആദ്യമായിട്ടാണ്. പിന്നെയും കുറെ കഴിഞ്ഞ് പാലമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിനി മെയിൻ റോഡിലേക്ക് ടച്ച് ആവാൻ പോകുന്നത്. ഇപ്പോഴാണ് നമ്മളൊരു വീട് കുറെ സമയം കഴിഞ്ഞ് കാണുന്നത്. ഇതേത് റോഡ്? മാലോം റോഡാ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തി. മെയിൻ റോഡിലേക്ക് എത്തി. നമ്മൾ അതിനിടക്ക് തെറ്റി മടങ്ങിപ്പോയി. അതിനടുക്ക എവിടെയോ നമ്മൾ വഴി തെറ്റിപ്പോയി. പിന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നതാണിപ്പോ. അല്ല നോക്ക്, മലയോര ഹൈവേ. മല ചെറുപുഴക്കത്തുള്ള പോയിട്ടില്ല എന്ന് തോന്നുന്നു. ചെറുപുഴ അടുത്തിട്ടാണ് അറിയണം പോയി. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ചെറിയൊരു കലാപരിപാടി നടന്നു കഴിഞ്ഞു.
വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വാഹനങ്ങൾ പതുക്കെ പോകുക. ഞാൻ പോയിട്ടുണ്ട്. ഫൈനലി അച്ഛൻ മനസ്സിലാക്കി. അച്ഛൻ ഇതിലൂടെ പോയിട്ടുണ്ട്. ഇനി മാറ്റില്ലല്ലോ. അയ്യോ, ഇത് കാടല്ലേ? അങ്ങനെ നമ്മൾ വീണ്ടും ഗട്ട് റോഡിലേക്ക് ഇറങ്ങി. എത്തിയാ എടാ ചെല്ലോട്ടേക്ക് ഇല്ല, എത്താനായി. ഉടനല്ലേ ഉടനല്ലേ ആ, സ്ട്രെയിറ്റ്. എത്തിയില്ലേ? ഒരു കല്യാണത്തിന് ഞാൻ വന്നിട്ടില്ല വണ്ടി എടുത്തിട്ട്. അത് ഇതേ റോട്ടിൽ വന്നത് ഇപ്പൊ കിട്ടി. ഇപ്പൊ ഒരു ടൗണിലേക്ക് എത്തുമ്പോ അതാണ് ചെറുപുഴ അല്ലേ? ഓ ഹോ ഹോ ഹോ. ഇത് ഇത് എത്തി. അയ്യോ, ഇത് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് റോഡുണ്ട്. വെയില് പോകേണ്ടത്. ഇത് സ്ഥലം എവിടെ ഇപ്പൊ? സ്ഥലം ചിറ്റാരിക്കൽ. ചിറ്റാരിക്കല്ലേ? അത് ചിറ്റാരിക്കൽ അല്ലേ? ചിറ്റാരിക്കൽ. ഇനി ചെറുപുഴ. ഫൈനലി അച്ഛൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ തന്നെ റിയലൈസ് ചെയ്തു. ഇവിടെ ചെറുപുഴക്ക് ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? അപ്പൊ ഈ പോകുന്ന റോഡ് എടുത്ത് ഈ പോയ റോഡ് ബസ് പോയത് ഇപ്പോൾ താഴോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് അല്ല, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്. ആ ആ ശരി ശരി. അതിന്റെ ലെഫ്റ്റിലോട്ട് പോകാൻ പറയുന്നത്. പക്ഷെ നമ്മ ഇപ്പോഴേ ലെഫ്റ്റ് എടുത്തു വീടുന്ന്. ഇനിയും വഴി തെറ്റുവാ. ടൗണിലേക്ക് പോകാണ്ട് പോവാം. അതാ യൂട്ടേൺ എടുക്കണം. തിരിച്ചു പോകണം. ഈ റോഡ് തന്നെ ആണല്ലേ? ഈ റോഡ് തന്നെ ഇത് ഫുള്ള് എന്തെല്ലാം കാണിക്കുന്നുണ്ട്. അല്ലേ? പക്ഷെ ഗൂഗിളിൽ റോഡില്ല. ചിറ്റാരിക്കൽ. Continue on Malayora Highway for 6 kilometers. 6 കിലോമീറ്റർ. നമ്മുടെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോകുന്ന സമയത്തും പല തെറ്റുകളും അതിൽ സംഭവിക്കാറുണ്ട് മാപ്പിൽ. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ പഴയ ആ രീതി നമ്മൾ സ്വീകരിക്കാവുന്നതാണ്. പരിചയമുള്ളവരുടെ അടുത്ത്, ഇല്ലാത്തവരുടെ അടുത്ത് നിർത്തിയിട്ട് ചേട്ടാ ഞങ്ങൾ ഈ ചെറുപുഴക്ക് പോകേണ്ട വഴി ഇത് തന്നെയല്ലേ, അല്ലെങ്കിൽ ശ്രീകണ്ഠാപുരം പോകേണ്ട വഴി ഇത് തന്നെയല്ലേ എന്ന് നല്ലൊരു മയത്തോടു കൂടി ചോദിക്കാം. ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാരെ കേട്ടിട്ട് നമ്മളൊക്കെ നടന്നിട്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ആ ശ്രീകണ്ഠാപുരം പോകേണ്ട വഴി ഇതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ അറിയുമെങ്കിലും എനിക്കറിയില്ല എന്ന് പറയാമെന്നാണ് തോന്നുന്നത്. പിന്നെ അവർക്ക് അതിൻ്റെ സംസ്കാരം അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, തെറ്റി പറയാണ്ട് നേരെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതല്ല, കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നല്ല റെസ്പെക്റ്റോടുകൂടി എപ്പോഴും പെരുമാറാൻ വേണ്ടിയിട്ട് കഴിവ് ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് നമുക്ക് തിരിച്ച് കിട്ടണമെന്നില്ല, എന്തെങ്കിലും കൂടി നമ്മളൊരു മര്യാദ, നമ്മുടെ സംസ്കാരം എന്ന നിലക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റോടുകൂടി ബഹുമാനത്തോടുകൂടി മുതിർന്നവരോട് മാത്രമല്ല ചെറുപ്പക്കാരോടും എല്ലാവരോടും റെസ്പെക്റ്റ് ചെയ്യുക. നമുക്ക് റെസ്പെക്റ്റിന് ആർക്ക് ഇന്നാളോട് ഇങ്ങനെയല്ല, എല്ലാവരോടും റെസ്പെക്റ്റ് വേണം. മുതിർന്നവരോട് റെസ്പെക്റ്റ് വേണം, ചെറിയ കുട്ടികളോടും റെസ്പെക്റ്റ് വേണം, പ്രായമായ പെണ്ണുങ്ങളോടും സ്ത്രീകളോടും റെസ്പെക്റ്റ് വേണം. എല്ലാവരോടും റെസ്പെക്റ്റോടുകൂടി തന്നെ പെരുമാറിയാൽ ഇത്രയ്ക്ക് നല്ലത്. അച്ഛൻ്റെ മോറൽ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടത്. അപ്പോൾ നമ്മൾ ചെറുപുഴ എത്തിയ സമയത്ത് അച്ഛൻ ചായ വാങ്ങാൻ പോയി. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട്, കാരണം ഇവിടെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ, സോ നമ്മളത് കുടിക്കാൻ പോവുകയാണ്. ഇതാണ് അച്ഛൻ കഴിക്കാനായിട്ട് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു വടയും കൂടി കിട്ടി.
കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു വട. ഇതുവരെ വിശന്നിരുന്ന ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇത്. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വിട്ടിട്ട് ആലക്കോട് ലക്ഷ്യാക്കിട്ട് പോകുന്നുണ്ട്. ആലക്കോട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഒളിപ്പാട്ടും പാടി പാടി വായോ ഈ വഴി. എൻ്റെ കഴിവ് ചെറുങ്ങനെ കിട്ടി അച്ഛന്. ആയിരം കൂട്ടിനേ മേഘം തീർந்து കൊണ്ട് മാർബിൾ ഇറങ്ങി വന്ന് ഇറങ്ങി കൊണ്ടവായാ. അയ്യോ മേഘം നോക്ക്. ഇവിടെ കാത്തു കാത്തൊരമ്മരിപ്പുണ്ട്, ചാഞ്ചാടിയാട് ഉറങ്ങി ചരിഞ്ഞാടിയാട് ഉറങ്ങ് നീ ആകാശത്തു ഞാൻ ആടടി കാണാക്കിനാക്കൺ തുറങ്ങ് നീ ചാഞ്ചാടിയാട് ഉറങ്ങ് നീ. അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിയാറാകുമ്പോഴത്തേക്കും ആലക്കോട് എത്താറായി. ആ സമയത്ത് കഴിഞ്ഞിട്ട് നെല്ലിപ്പലകത്തെത്തി. നെല്ലിപ്പാറ അങ്ങനെ നമ്മൾ ആലക്കോട് ടൗണിലേക്ക് എത്തി. വല്ലാത്ത റോഡാണ്. കുറച്ചുണ്ട്. ഈ ഓറഞ്ച് കളർ കാണിക്കുന്നത് വരെ ഉണ്ട്. ഇത്രയുണ്ട്. അങ്ങനെ നമ്മൾ കുന്നും മലയും കുണ്ടും കുഴിയും ഒക്കെ താണ്ടി മേരിഗിരി ഈ പാർക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മേരിഗിരി സ്കൂളും കൂടി ഇതിനൊന്നിച്ചുണ്ട്. മേരിഗിരി സ്കൂൾ ഒരു CBSE സ്കൂളാണ്. ഇതിന് അറ്റാച്ച് ചെയ്തിട്ടാണ് മേരിഗിരി ഈ പാർക്ക് വരുന്നുള്ളത്. കുറച്ചധികം നല്ല സൗകര്യമുള്ള സ്കൂളാണിത്. പാർക്കിങ്ങിനൊക്കെ വേറെ തന്നെ സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നല്ല കുട്ടികളുണ്ടായിരുന്നു. എക്സാം എഴുതാൻ വന്നവരാണെന്ന് തോന്നുന്നു എല്ലാവരും. കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക് കുറവാണ് കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച്. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വലിയ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. നമ്മൾ കറക്റ്റ് 12:16 ആയി അവിടെ എത്തുമ്പോൾ. മേരിഗിരി സ്കൂൾ, CBSE സ്കൂൾ. ഇങ്ങനെ നമ്മൾ എത്തി. കഴിഞ്ഞ പ്രാവശ്യം കാറ് കൊണ്ടുവന്നപ്പോൾ ഫുൾ ചളിയും മണ്ണും പൊടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല, കാരണം ഇന്നങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മേരിഗിരി സ്കൂളിൻ്റെ മുന്നിൽ നിന്ന്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് അമ്മ പൊതിച്ചോറിലായിരുന്നു അമ്മ തന്നത് രാവിലെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ വണ്ടി നമ്മൾ സേഫായിട്ട് മരത്തിൻ്റെ അടിയിൽ പാർക്ക് ചെയ്തിട്ട് എക്സാം സെൻറ്ററിലേക്ക് നടന്നു. ഈ ഫയലിൽ കാണുന്നത് അഡ്മിറ്റ് കാർഡൊക്കെയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിനപ്പുറവും മെറ്റൽ ചെക്കിംഗ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ചെക്കിങ്ങിന് പോയപ്പോൾ തന്നെ വാച്ചൂരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് വാച്ചൂരി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് എക്സാം കഴിയുമ്പോൾ വൈകുന്നേരം 5 മണിയായി. പിന്നെ ഞാൻ വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ വാങ്ങിച്ച ബോണ്ടയും കഴിച്ചു. ചെക്കിങ്ങിന് ചെന്നപ്പോഴത്തേക്കും കമ്മലൊക്കെ ഊരണം എന്ന് പറഞ്ഞു. അങ്ങനെ കമ്മലും ഊരി. പിന്നെ തലയിലിടുന്ന ക്ലിപ്പൊക്കെ ഊരണം എന്ന് പറഞ്ഞു, അതും. എക്സാം കുഴപ്പമില്ല, +2ൻ്റെ ബേസിസിൽ തന്നെയായിരുന്നു എക്സാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. നമ്മൾ ഇപ്രാവശ്യം വന്ന വഴിയിലെ കൂടി ആയിരുന്നില്ല വന്നത്. ഗൂഗിൾ മാപ്പ് വേറെ നല്ല വഴി കാണിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് അധികം കട്ട് റോഡ്സും അങ്ങനെയൊന്നും പോകുന്ന സമയത്തുള്ളതുപോലെ കിട്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ നല്ല സീൻസൊക്കെ കണ്ടു. മലയും മഞ്ഞും ഒക്കെ കണ്ടു. അപ്പോഴാണ് നമ്മളൊരു സംഭവം കണ്ടത്. അതാ നോക്കിയേ, ആൾക്കാർ വണ്ടീൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് പോകുന്നത്.
ഇരുട്ടായി നമ്മളിപ്പോൾ കാട്ടിലേ കൂടിയാണ് പോകുന്നത്. റോഡ് മാത്രം നല്ല റോഡൊന്നും അല്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വീട് പോലും കാണാനില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു നല്ല സൺസെറ്റ് കാണാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ നല്ലൊരു വ്യൂ കണ്ട സ്ഥലത്തേക്ക് എത്തി. പക്ഷേ അച്ഛൻ കാർ നിർത്തിയില്ല ഗൈസ്. നല്ലോണം ഇരുട്ടായതുകൊണ്ട് നമ്മൾ ഇനിയും വനമേഖലയിലുള്ള ഇത് കടക്കാനുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ സ്പീഡിൽ വിട്ടത്. ഞാൻ അച്ഛനോട് കെഞ്ചി പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വന്നു. ബട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ചെറുതായിട്ട് അച്ഛൻ സ്ലോ ആക്കി. അപ്പോഴാണ് ഒന്ന് കണ്ടത്. എനിവേ നല്ല ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാട് ഈസ് ഫുൾ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയി. പിന്നെ നമ്മൾ വഴി തെറ്റിയോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഞ്ഞു മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ വന്ന വഴി ഇതായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ നേരെ പോയി. വന്ന വഴി മറക്കരുതെന്ന് പണ്ടത്തവർ പറഞ്ഞത് വെറുതെ അല്ല. അത് കേൾക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ പണിയാണ് ഈ പണി. ഇപ്പോഴാണ് നമുക്ക് റേഞ്ച് കിട്ടിയത്. ഇതുവരെ റേഞ്ചും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വർക്കായിരുന്നില്ല. ഇപ്പോൾ വഴി മനസ്സിലാക്കിയപ്പോൾ റേഞ്ചും വന്നു, മാപ്പും കിട്ടി. അങ്ങനെ നമ്മൾ ഈ ഒരു റോഡിലെ കൂടി തന്നെ കുറച്ച് നേരം തുടർന്നു. നമ്മൾ വന്നപ്പോൾ ഉള്ള വെള്ളച്ചാട്ടമൊന്നും നമുക്ക് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കിട്ടിയിരുന്നില്ല. നമ്മൾ ആ റോഡല്ല വന്നതെന്ന് പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയാവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കൂടുതൽ നിന്നില്ല, വേഗം സ്ഥലം വിട്ടു. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വ്യൂ കാണാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സ്ലോ ആക്കി പോയി വ്യൂ ഒക്കെ കണ്ടു. ഈ കുന്നിൻ്റെ ഇടയിലൊക്കെ ചെറിയ വീടുകളൊക്കെ കണ്ടു. നേരം കുറച്ച് വൈകിയത് കൊണ്ട് നമ്മൾ വേഗം വിട്ടു. അങ്ങനെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. കയ്യിൽ കുപ്പി വളയുടെ മേളം, കാലിൽ പാദസരത്തിന്റെ താളം, അഴകായി നീ
വച്ച നാൾ മുതൽ നീ എന്റെ സ്വന്തം എന്റെ സ്വന്തമാ ആശ വെച്ച നാൾ മുതൽ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു, എക്സാമൊക്കെ എഴുതി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ നമ്മളെ സ്വന്തം ടൗണായ ബോവിക്കാനത്തേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും കമൻറ്റിലിടുക. ഞാൻ എന്തായിട്ടും അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ എൻഷുർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സീ യു.